الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ومن الليل فتحجد به نافلة لك عسى أن يبعثك ربك مقاما محمودا وقل ربي أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزحق الباطل إن الباطل كان زحوقا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ പ്രതിനിധിയാണ്. സത്യജ്ഞാനം കരഗതമാക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ ഉത്തമമായ സ്വഭാവ വിശേഷങ്ങളുടെ പ്രായോഗിക പൂർത്തീകരണം, അതായത് സൽക്കർമ്മം ചെയ്ത് അല്ലാഹുവിനെ സാക്ഷിയാവാനാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്, നിയോഗിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് അവൻ്റെ ആരാധനയും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയുന്നതിൻ്റെ മൊത്തം സത്ത അതാണ്. അപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കുക, സത്യജ്ഞാനം കരഗതമാക്കുക എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് സ്വന്തമായി ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. അങ്ങനെ സ്വന്തമായി ചെയ്യാനും കഴിയില്ല. വിജ്ഞാനം അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തരുന്നതാണ്. അതോടൊപ്പം തന്നെ ആ വിജ്ഞാനത്തിനനുബന്ധമായ വിശ്വാസവും നമുക്ക് നൽകിയിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ 2 എപ്പിസോഡുകൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ആദം നബിയെയും മലക്കുകളെയും വസ്തുവകളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് അവയുടെയൊക്കെ പേര് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം. അതിൽ ആദം വിജയിക്കുകയും മലക്കുകൾ പരാജയപ്പെടുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ മഹത്വം, വിജ്ഞാനമുള്ളത് കൊണ്ട് മനുഷ്യൻ മലക്കുകളേക്കാൾ മുകളിലാണ് എന്ന് തെളിയിച്ചു. അതോടൊപ്പം തന്നെ മനുഷ്യന് വിശപ്പ് സൃഷ്ടിക്കുകയും ആ വിശപ്പ് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട്, വിശപ്പ് ഇല്ലാതാക്കി ഭക്ഷണം നൽകുകയും ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യാത്മാക്കളോട് ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളെ രക്ഷിതാവ്? ഖാലൂ ബലാ ഷഹീദിന, ഞങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അത് ആ സാക്ഷ്യം നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് വളരെ സജീവമായി ബോധ മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആരും നിഷേധിക്കില്ല. ഇതിൽ സംശയം തോന്നാം. ഞാനങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഹാർഡ് ഡിസ്കിൻ്റെ സ്വഭാവം ഇതാണെന്നാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്രവർത്തന മാർഗം വേണം. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ പ്രവർത്തന മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിരുന്നു.
മനുഷ്യ മനസ്സിനും അതിൻ്റെ പ്രവർത്തന മാർഗം തീരുമാനിച്ച് നിശ്ചയിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഇൽഹാമ നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹിമ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഈ ഗുളിയൊക്കെ വായിലിട്ട് വിഴുങ്ങുന്നതിനാണ് ലഹിമ എന്നൊക്കെ പറയുന്നത്. വിഴുങ്ങുക. അൽഹമ എന്ന് പറഞ്ഞാൽ വിഴുങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ഇംപ്ലാന്റ് ചെയ്ത് നൽകി എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യ മനസ്സിൽ വിശ്വാസം, സത്യജ്ഞാനമുണ്ട്, അതോടൊപ്പം തന്നെ സത്യവിശ്വാസമുണ്ട്. ഇത് ഈമാനുൽ ഫിത്ര എന്നാണ് അതിന് പറയാം. അതായത് പ്രകൃതിപരമായ എല്ലാവർക്കും ഉള്ളത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടിയാണ് എന്നും ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യം എനിക്കുണ്ട് എന്നും എല്ലാ ആത്മാക്കൾക്കും തോന്നുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. നിരീശ്വരവാദികളോ യുക്തിവാദികളോ എന്നൊക്കെ പറയുന്ന ആളുകളല്ല എന്ന് പറഞ്ഞാലും അവരുടെ ചില പ്രത്യേക നിമിഷങ്ങളിലെങ്കിലും ഞാനൊരു നിസ്സഹായനാണ്, എനിക്കൊരു സഹായി ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരോട് അടുത്ത് ബന്ധപ്പെട്ട് ചോദിച്ചു നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുക ഒരു നിർബന്ധമായ ഒരു പണിയായി അള്ളാഹു തആല തീരുമാനിച്ചിട്ടില്ല. മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതി എന്നുള്ള നിലയ്ക്ക് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളെക്കാളും വസ്തുക്കളെക്കാളും ഒക്കെ ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, നിർണയാവകാശം, ഒരു നിശ്ചിതമായ വൃത്തത്തിനുള്ളൊരു സ്വാതന്ത്ര്യം. ഇത് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സാക്ഷിയാവാം. അതല്ല, പരീക്ഷണാർത്ഥം നൽകപ്പെട്ട സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹവൻ നഫ്സ്, ഇഷ്ടമനുസരിച്ച്, അതായത് നഫ്സിന് തന്നെ താല്പര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ സത്യവിജ്ഞാനം സ്വീകരിക്കുകയും സത്യവിശ്വാസം അംഗീകരിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സത്യത്തിന് സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷിയാവുക എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് സത്യത്തിന് സാക്ഷിയാവുക. അത് സാക്ഷിയായ മാത്രം പോരാ, അതിൻ്റെ പ്രതിഫലം അവർക്ക് സ്വർഗമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ സ്വർഗത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന് അവർക്ക് ദൃഢബോധ്യം ഉണ്ടാവുകയും ആ സ്വർഗത്തിൽ തൻ്റെ സഹജീവിയെയും കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു ഉത്തരവാദിത്വം അല്ല, വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ അനന്തമായ അനുഭൂതിയുടെ സ്വർഗത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന ഒരു ബോധം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ മാത്രം പോയാൽ പോരാ. അപ്പോൾ അൻഫുസകും വഅഹ്ലീകും നാറാന്ന്, സ്വന്തം തടിയെ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഭാര്യ, സന്താനങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, കുടുംബക്കാർ, മുഴുവൻ മനുഷ്യന്മാർ, അതായത് എല്ലാവരോടും മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇപ്പോൾ സാധാരണ നിലയിൽ മനുഷ്യൻ്റെ ഒരടിസ്ഥാനപരമായ സ്വഭാവം അതാണ്. നമുക്കറിയാം, നമ്മളൊരു ചെറിയ ചായ കുടിക്കുകയാണെങ്കിൽ അടുത്തൊരാളുണ്ടെങ്കിൽ അല്ല ചായ കുടിക്കുകയെല്ലാം ചോദിക്കും. എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ വേഗം അതിൽ നിന്ന് കൊടുക്കും. അത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വഭാവമാണ്. അതായത് ഉള്ളത് മറ്റുള്ളവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അനുഭവിക്കുന്ന സുഖം, സന്തോഷം മറ്റുള്ളവർക്കും നൽകുക എന്നുള്ളത് ഒരു വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്, ഉന്നതമായ ഒരു ആദർശമാണ്. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും മഹത്തരമായ ഒരു സംഗതി സ്വർഗമാണ് എന്നുള്ളതാണ്. ഈ ദുന്യാവിലെ സ്ഥാനമാനങ്ങളോ പദവികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികളോ അല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാവുന്നതിൽ ഏറ്റവും മഹത്തരമായ ഒരു സംഗതി സ്വർഗം ലഭിക്കുകയാണ്. അപ്പം അവൻ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ അവൻ്റെ കൂടെ കുറേ ആളുകളെയും കൂടി സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സത്യവിശ്വാസികളിൽ ബാധ്യത നിലനിർത്താൻ പൂർത്തീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അവരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മുന്നണി പോരാളികൾ. ഈ പ്രവാചകന്മാർ ഈ സംഗതി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് അങ്ങ് വാക്ക് ഓവർ നടത്താൻ പറ്റുന്ന ഒരു രീതിയല്ല എന്നുള്ള സുബ്ഹാനഹു വ തആല പറയുന്നു. കാര്യം സത്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് ത്യാഗ മനസ്ഥിതി ഉണ്ടാവണം എന്നതാണ്. അപ്പോൾ വിലയില്ലാത്ത ഒരു സംഗതിയും മനുഷ്യന് ലഭിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ സാധനം, അത്രയൊന്നും വിലയില്ലാത്ത നിലയിൽ, അധ്വാനിക്കാത്ത നിലയിൽ നമുക്ക് കിട്ടിയാൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഏത് സംഗതിയും നല്ല പെയിൻ, അതായത് കടുത്ത അധ്വാനവും ആ അധ്വാനത്തിൻ്റെ ഭാരവും വഹിച്ചുകൊണ്ട് മാത്രം ലഭ്യമായാലേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ, വില ഉണ്ടാവുള്ളൂ, അതിന് നമ്മൾ വില മതിക്കുള്ളൂ എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസവവേദന. സാധാരണ നിലയിൽ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല, പക്ഷേ ഒരു പ്രോസസ്സ് ഭയങ്കരമാണ്. അതായത് വഹനുൻ അലാ വഹൻ, ഹമലത്തുഹു ഉമ്മുഹു വഹനുൻ അലാ വഹൻ. ഈ ഗർഭാശയത്തിൽ ഈ ഫെർട്ടിലൈസ്ഡ് എഗ് അത് കടന്നു കഴിഞ്ഞാൽ, അതായത് ബീജസങ്കലനം നടന്നതിന് ശേഷമുള്ള സ്പേമും ബീജവും ഇതുകൂടെ അവിടെ കടന്നു കഴിഞ്ഞാൽ അന്നേരം തൊട്ട് തുടങ്ങും ഒരു തരം ഇറിറ്റേഷൻ. കാരണം ഈ ഫോറിൻ ബോഡി അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഇടങ്ങാറാണ്. അതുകൊണ്ടാണ് ഈ ഛർദ്ദി ഉണ്ടാവുന്നത്. അതിങ്ങനെ ഇജക്റ്റ് ചെയ്യാനുള്ള
ഒരു ടെൻഡൻസി ഉണ്ടാകും. അത് ഇജക്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. അലക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജ് അലക്കാണ്. അതിങ്ങനെ ആ ഗർഭാശയ ഭിത്തിയിൽ ഇങ്ങനെ തുരന്ന് പിടിക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആ പ്രക്രിയയിൽ അത് പുറത്ത് ചടി പോകാതിരിക്കാൻ വേണ്ടി വളരെ വളരെ ശാസ്ത്രീയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അലക്ക് എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂങ്ങി കിടക്കുന്നത് എന്നതാണ്. മുഅല്ലഖാത്ത് സബ എന്നൊക്കെ പറയാം. അതായത് ഈ കഅബയിൽ 7 കവിതകൾ കെട്ടിത്തൂക്കിയിട്ടാണ് മുഅല്ലഖാത്ത് എന്ന് പറയാം. അപ്പോൾ അലക്ക് ഖലഖൽ ഇൻസാന മിൻ അലക്ക്. ഈ 20-ാം നൂറ്റാണ്ട് വരെ അലക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർക്ക് അറിയില്ലായിരുന്നു. മോറിസ് ബുക്കായി വന്ന് ഒരു നല്ലൊരു ശാസ്ത്രജ്ഞൻ ഒരു ഡോക്ടർ വന്നിട്ടാണ് ഈ അലക്കിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, അറബികൾക്ക് തന്നെ പണ്ട് അറിയാമായിരുന്നു, റസൂലിനും ആ കാലഘട്ടത്തിലും അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പോൾ ഇതിങ്ങനെ കെട്ടിത്തൂങ്ങി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാ വെച്ചാൽ ഇത് പുറത്ത് പോകാതിരിക്കും. അന്നേരം തന്നെ ഇത് വളരാൻ തുടങ്ങുമ്പോൾ ഇറിറ്റേഷൻ തുടങ്ങും. അപ്പോൾ ക്ഷീണം ഉണ്ടാവുന്നത് നാം പറയണല്ലോ വഹനിന്നല്ല വഹന്, മേൽക്കുമേൽ വേദനയോടുകൂടി, ക്ഷീണത്തോടുകൂടി, പ്രയാസത്തോടുകൂടി. എന്നിട്ടോ ഏതൊരു പ്രസവവും ഭയങ്കരമായ രക്തം പൊടിയുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടേ ആ കുഞ്ഞിന് യഥാർത്ഥത്തിൽ വാല്യൂ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എന്ത് പ്രസവിച്ചാലേ അത് വാല്യൂ ഉണ്ടാവില്ല. ഞാൻ രസകരമായൊരു കഥ ഉണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. മൂസ നബി അള്ളാഹുവിനോട് ഒരുപാട് സമയത്ത് ഈ ചോദ്യം ചോദിക്കുന്ന കാര്യത്തിൽ മൂസ വലിയ മിടുക്കനായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ അള്ളാഹു തആലയോട് ചോദ്യം ചോദിക്കും. അത് സാധാരണ പ്രവാചകന്മാർക്കില്ലാത്തൊരു വ്യത്യസ്ത സ്വഭാവം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഖുർആൻ. ഞാൻ അള്ളാഹെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. ഞാൻ അള്ളാഹാണ് ഇങ്ങോട്ട് വാ മൂസ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നീ ആ മലയിൽ നോക്കിക്കോന്നൊക്കെ പറഞ്ഞു. അതായത് ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യരിൽ ഇങ്ങനെ ചില സ്വഭാവം ഉള്ള ആളുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മൂസാ നബിയുടെ കുറച്ച് പെണ്ണുങ്ങൾ ചോദിച്ചു, എന്തിനാ മൂസ പ്രവാചകരെ ഇത്രയും വലിയ വേദന, ഈ പ്രസവ വേദന ഭയങ്കരമാണല്ലോ, സഹിക്കാനാവാത്തൊരു സംഗതി, എന്തിനാണ്? മൂസാ നബിക്ക് മറുപടി പറയാൻ കഴിയും. ഇപ്പോൾ എളുപ്പമാണല്ലോ, ഉടനെ അപ്പച്ചനോട് ചോദിച്ചു. അല്ലോ മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ സിനാ മരുഭൂമിയിൽ അവർ സംഘത്തോടൊപ്പം ഇങ്ങനെ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അവർ ഒരു മരുപ്പച്ചയുടെ അടുത്ത് അവർ ഹൈമ അടിച്ച്, അത് ടെൻ്റ് അടിച്ച് അവിടെ ഇങ്ങനെ താമസിച്ചപ്പോൾ ഒരു ഏതാണ്ട് 2-2.5 വയസ്സായ ഒരു നല്ല കുട്ടിയെ, നല്ല മനോഹരിയായ ഒരു കുട്ടിയെ അവർ കണ്ടു. മൂസ ആ കുട്ടിയെ കണ്ടു, എടുത്തു, നല്ല ലാളിച്ച് ഉമ്മ കൊടുത്തു. അപ്പോൾ ഹാറൂൺ എടുത്തു, യൂഷ എടുത്തു, ഖാലിഫ് എടുത്തു, അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും എല്ലാവരും അങ്ങനെ എല്ലാവരും എടുത്തു, എല്ലാവരും കണ്ടു, എല്ലാവരും കുട്ടിയെ ലാളിച്ചു. അടുത്ത് അവർ സംഘം യാത്ര ചെയ്ത് അടുത്ത താവളത്തിലെത്തിയപ്പോൾ മൂസ നബിയോട് അള്ളാഹ് ചോദിച്ചു, ആ കുഞ്ഞിനെ എടുത്താ മൂസ എന്ന് പറഞ്ഞു. മൂസ പറഞ്ഞു, ഞാൻ ഹാറൂനോട് കൊടുത്തല്ലോ. ഹാറൂൻ പറഞ്ഞു, ഞാൻ യൂഷനോട് കൊടുത്തു. യൂഷ പറഞ്ഞു, ഞാൻ യൂഫന്നയ്ക്ക് കൊടുത്തു. ഖാലിഫ് യൂഫൻ എന്ന് പറഞ്ഞാൽ ഖാലിഫിൻ്റെ പിതാവാണ്. ഖാലിഫിന് കൊടുത്തു. ചുരുക്കി പറഞ്ഞ എല്ലാവരും കുട്ടിയെ തൊട്ടിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, ഉമ്മവച്ചിട്ടുണ്ട്. പക്ഷെ ആരും ആ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, നൊന്ത് പെറ്റൊരു പെണ്ണ് അതിൻ്റെ കൂടെ അതിലുണ്ടായിരുന്നെങ്കിൽ ഏത് ദുർഘട സാഹചര്യം വന്നാലും അവൾ അതിനെ ഒക്കത്തെടുത്തുകൊണ്ടേ പോകുള്ളായിരുന്നു. ഇത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തൊരു ഏർപ്പാടാണ് ഈ. അപ്പോൾ ആ അധ്വാനത്തിൻ്റെ പ്രതിഫലം എത്ര വലിയ വേദന ഉണ്ടായിരുന്നാലും പുതിയ പിറവി കാണുമ്പോൾ ഉമ്മയും വാപ്പയും സന്തോഷിക്കും എന്നുള്ളതാണ്. അധ്വാനത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രതിഫലത്തിന്, വിജയത്തിനുള്ള ആനന്ദം ഭയങ്കരമാണ്. അപ്പോൾ ഈ ദുനിയാവിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്തിട്ട് സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക. ഈ സത്യവിശ്വാസി ആദർശത്തിന് വേണ്ടി മരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ സംഗതിയല്ല. ഒരു ഉയർന്ന ജീവൻ പോലും ആദർശത്തിൻ്റെ മുന്നിൽ ചെറുതാണ് എന്ന് പ്രായോഗിക ജീവിതത്തിൽ തെളിയിക്കലാണ് ഈ ഷഹാദ എന്ന് പറയുന്നത്. എന്തെങ്കിലും തോന്നിയാസത്തിന് മരിക്കണതിന് ഷഹാദ എന്ന് പറയില്ല. അള്ളാഹുവിൻ്റെ ഈ ദീൻ നിലനിർത്താൻ വേണ്ടി മരിക്കുന്നതിന് ഷഹാദ എന്നാണ് അത് പറയാം. അവർ മരിക്കൂല്ല എന്നാണ് അള്ളാഹു തആല പറയുന്നത്. വലാ തഹ്സബന്നല്ലദീന ഖുതുലൂ ഫീ സബീലില്ലാഹി അംവാത, ഒരിക്കലും അവർ മരിച്ചുപോയവരെന്ന് നിങ്ങൾ വിചാരിക്കരുതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഗതി. അപ്പോൾ അധ്വാനം അത് വളരെ അനിവാര്യമാക്കിയിരിക്കുന്നു. അധ്വാനത്തിൻ്റെ ഭാരം വഹിക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും മുമ്പന്തിയിൽ പ്രവാചകനാണ്. പ്രവാചകന്മാർക്കാണ് അധ്വാനത്തിൻ്റെ ഭാരം കൂടുതലുണ്ടാവുക. അത് കഴിഞ്ഞ് എൻ്റെ അടുത്താൾ എത്രയധികം വിജ്ഞാനവും വിശ്വാസവും കൂടുന്നു അതനുസരിച്ച് പരീക്ഷണത്തിൻ്റെ ശക്തിയും കൂടും, പരീക്ഷണത്തിൻ്റെ തോതും കൂടും, വേദനയുടെയും തോതും കൂടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പനി വന്നപ്പോൾ ഫാത്തിമ ഇങ്ങനെ തലയിൽ കൈവച്ചു വയ്ക്കും. വല്ലാണ്ട് പനിയുണ്ടല്ലോ ഉപ്പ എന്ന് പറഞ്ഞു. അതെ, എനിക്ക് നിങ്ങളെക്കാൾ ഇരട്ടി പനി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതെന്താണ് അങ്ങനെ? എനിക്ക് ഇരട്ടി പ്രതിഫലം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇരട്ടി പനി ഉണ്ടാവും, ഇരട്ടി ഇതുണ്ടാവുമെന്ന് പറഞ്ഞു, പരീക്ഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനെ നോക്കിയാൽ ചെറുതും വലുതുമായ എല്ലാ സംഗതികളിലും ഇതൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ സംഗതികളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ വളരെ വേദനാജനകമായ ഒരുപാട് അക്രമ പീഡന സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് അവർ
ഏതെല്ലാം തരത്തിൽ നബിയെ പ്രലോഭിക്കാൻ ശ്രമിക്കുമോ അതൊക്കെ ശ്രമിച്ചു നോക്കി, ഭീഷണിപ്പെടുത്താൻ നോക്കി, കൊല്ലാൻ നോക്കി, അങ്ങനെ പലതും ചെയ്തു. അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോനില എങ്ങനെയായിരുന്നു, ഏത് തരത്തിലുള്ള നയനിലപാടായിരുന്നു പ്രവാചകൻ സ്വീകരിച്ചത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന ചില ആയത്തുകളാണ് സൂറത്ത് ബനി ഇസ്രായേൽ ആയത്തുകൾ. ആ ആയത്തുകളിൽ ചിലതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം കേൾപ്പിച്ചിട്ടുള്ളത്. വളരെ ഗൗരവകരമായ സംഗതിയാണ്. പ്രവാചകൻ അക്കാലത്ത് മാത്രം ഉപയോഗിക്കാനുള്ള ആയത്തുകളല്ല, ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാൻ നടക്കുന്ന മനുഷ്യന്മാർ അവരുടെ ജീവിത വഴിത്താരയിൽ, പ്രവർത്തന വഴിത്താരയിൽ ഉണ്ടാകുന്ന ഹഡിൽസ്, വിഘ്നങ്ങളെ, പ്രയാസങ്ങളെ എങ്ങനെ നേരിടണം എന്നതിന് ഒരു ഉത്തമ മാതൃകയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെടുത്ത് കാണിക്കുന്നത്. വഇൻകാദു ലയഫ്തിനൂനക അനില്ലദീന ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറഹു വഇദൻ ലത്തഖദൂക ഖലീല. അതായത് അവർ നബിയോടൊരു കോംപ്രമൈസ് ഇത് വെച്ച് നോക്കി. അതായത് നീ ഞങ്ങളുടെയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെയും പരദൈവങ്ങളെ തള്ളിപ്പറയുന്ന പണി കുറച്ചാലത്തേക്ക് നിർത്തുമെങ്കിൽ കുറച്ചു കാലം ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കാം, ഞങ്ങൾ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാം. നീ കുറച്ചു കാലത്തേക്ക് നമ്മൾ ആ ദൈവത്തിനൊന്നും ആരാധിക്കണ്ട, പക്ഷെ അവരെ തെറ്റാണ്, അതായത് ഈ ബഹുദൈവ ആരാധന തെറ്റാണ് എന്ന് നീ പറയരുത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബഹുദൈവ ആരാധന തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊരു കോംപ്രമൈസ്, ആദർശത്തിലൊരല്പം കോംപ്രമൈസ് ഉണ്ടാക്കിയാൽ നിന്നെ ഞങ്ങൾ ഇവിടെ നാട്ടി പയപ്പിക്കാനോ മർദ്ദിക്കാനോ നിന്റെ അനുയായികളെ പിടിച്ചിട്ടാനോ മർദ്ദിക്കാനോ ഞങ്ങൾ ശ്രമിക്കൂല എന്നാണ്. എന്നിട്ട് അതിലൊരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സദസ്സ് ഉണ്ടാക്കുക, അവിടെ ഈ ദരിദ്രന്മാർക്കൊന്നും വരാൻ ഒരവസരം ഉണ്ടാവരുത്, അതായത് കുബേരന്മാർക്ക് ഉന്നത പ്രഭുസഭ ഉണ്ടാക്കുക, ഒരു പ്രഭുസഭ ഉണ്ടാക്കുക. അതായത് സുഹൈബിനെ പോലെ, ഇബ്നു മസ്ഊദിനെ പോലെ, ബിലാലിനെ പോലെ, ഹവ്വാബിനെ പോലെ ഈ ഏഴകളും തോഴകളും ദരിദ്രവാസികളുമായ ആളുകളുണ്ടല്ലോ നിന്റെ കൂടെ നടക്കുന്ന, അവരെ ഒന്നും നീ അങ്ങോട്ട് കയറ്റാൻ പാടില്ല. അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് അങ്ങനത്തെ വലിയ കാരണന്മാരും മക്കയിലെ പ്രഭു പ്രമാണിമാരും ഒക്കെ ഉള്ള ഒരു പ്രഭുസഭ നീ ഉണ്ടാക്കണം. അതിൽ ഞങ്ങളുടെ അടുത്ത് നീ സംസാരിക്കാൻ വരണം, നിന്റെ ആദർശങ്ങളൊക്കെ പറയാനുള്ള സൗകര്യം സമയമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാൽ ഇവർ നിർദ്ദേശിക്കുകയാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ഈയാമ്പാറ്റകൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ അല്ല പറയാണ് തമാശയായിട്ട്, ഒരു കളിയാക്കൽ പോലെ, അവർ ഞാൻ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഖുർആനിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി നിന്നോട് പ്രേരണ നൽകുകയും അതിനുവേണ്ടി കുഴപ്പമുണ്ടാക്കാതിരിക്കുകയും ചെയ്തിട്ടില്ല, കുഴപ്പമുണ്ടായിക്കൊണ്ടേയിരുന്നു. അല്ലാഹു തആല പറഞ്ഞെന്താണെന്നറിയോ? അതിന് മറുപടിയായിട്ട് വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തറകന ഇലൈഹിം ഷൈഅൻ ഖലീല. ഞാൻ നിന്നെ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ നാട്ടുകാരായ ആളുകൾ പറയുമ്പോൾ ഒരു സഹകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പക്ഷേ നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞ് ചില കോംപ്രമൈസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയെങ്ങാനും മുഹമ്മദെ നീ ചെയ്തിരുന്നെങ്കിൽ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇരട്ടി ശിക്ഷ നിന്നെ നാം അനുഭവിപ്പിക്കുമായിരുന്നു. പിന്നെ നമുക്കെതിരെ നിന്നെ സഹായിക്കാൻ ആരെയും കാണുകയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആലോചിക്കണം. ആരാണ്? അള്ളാഹു അവന്റെ സ്വന്തം പ്രഖ്യാപനത്തിൽ ഇന്നക ലഅലാ ഖുൽഖിൻ അളീം, നീ വ്യക്തമായ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, നീ ലോകത്തിന് അനുഗ്രഹമാണ്, നീ ഉന്നതനായ പ്രവാചകനാണ്, നീ മാതൃകയാണ്, നീ മഹോന്നതനാണ്, നിനക്ക് മുമ്പുള്ളതും പിമ്പുള്ളതും പുറത്തു കൊടുത്തിട്ട് തന്നിരിക്കുന്നു, നീയും നിന്റെ അനുയായികൾക്കും സ്വർഗത്തിൽ ഞാൻ ഉറപ്പെന്നുള്ള സീറ്റ് തന്നിരിക്കുന്നു എന്നൊക്കെ എടുത്തെടുത്തെടുത്തെടുത്ത് ബഹുമാനിച്ച് ആദരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഭൂലോകത്തിൽ ഏറ്റവും മഹാനായ മനുഷ്യന്റെ മുഖത്ത് നോക്കി അല്ലാഹു തആല പറയാണ്, അങ്ങനെ ഇവര് പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും ആദർശത്തിൽ വെള്ളം ചേർക്കാൻ നീ ശ്രമിച്ചാൽ ഇദൻ ലഅദഖിനാക ലഅഫൽ ഹയാതി വലഅഫൽ മമാത് ثم لا تجد لك علينا نصيرا. അങ്ങനെ വന്നാൽ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇരട്ടി ശിക്ഷ നിനക്ക് നാം അനുഭവിപ്പിക്കുകയും പിന്നെ ഒരു സഹായിയും നിനക്ക് തരാതിരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാകാരുണ്യം കൊണ്ട് സബ്ബത്നാക, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തി എന്നുള്ളത്. സംഭവിക്കാൻ പോണോ നീ മനസ്സിലാക്കിക്കൊള്ളൂ, അവർ നിന്നെ വിരട്ടി
നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നിനക്ക് ശേഷം അവർ ഭൂമിയിൽ ശാന്തമായി ഒരല്പസമയമല്ലാതെ ജീവിക്കുകയില്ല. ഇത് ഹിജ്റയ്ക്ക് മുമ്പ് മക്കയിൽ ഏറ്റവും വ്യസനം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് പറയുന്നത്. ഈ ആയത്ത് പറഞ്ഞപ്പോൾ ഖുറൈശികൾ പ്രമാണിമാർ കളിയാക്കി, ഈ മുഹമ്മദ് സ്വന്തം നിലയ്ക്ക് നിൽക്കാൻ കഴിവില്ലാത്ത, ആൾബലമില്ലാത്ത, ധനബലമില്ലാത്ത, ആയുധബലമില്ലാത്ത, അധികാരബലമില്ലാത്ത ഈ മുഹമ്മദും കൂട്ടരും കൂടെ പറയാണ്, അവരെ നമ്മൾ പുറത്താക്കിയാൽ പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല, പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തട്ടിക്കളയും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതൊന്ന് കാണട്ടെ എന്നുള്ള നിലയിൽ ഈ അയച്ചനാണ് അവർ മറുപടി പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയാ, അതിന് സുന്നതമൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റുസുലിനാ വലാ തജിദു ലിസുന്നതിനാ തഹ്വീല. അതായത് നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ കാര്യത്തിൽ എടുത്ത നടപടിക്രമങ്ങൾ തന്നെയാണ് നിന്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നത്. പ്രവാചകന്മാർ വന്നു, സത്യം പറഞ്ഞു കൊടുത്തു. പക്ഷേ പ്രമുഖന്മാരും കാക്കക്കാരണന്മാരും അവരുടെ താല്പര്യത്തിന് എതിരാണ് ഈ സത്യം എന്നതുകൊണ്ട് അവരതിനെ തൃണവൽഗണിച്ചു, പ്രവാചകനെ മർദ്ദിച്ചു, അടിച്ചവശരാക്കി, ചിലരെ കൊന്നു, ചിലരെ പുറത്താക്കി, ചിലരെ തടവിലാക്കി. ഇങ്ങനെ പല സംഭവങ്ങളുണ്ടായി. അന്നൊക്കെ പ്രവാചകന്മാരുടെ നേരെ അവസാനമായി അവര് കഠിനമായ പീഡനം ഉണ്ടാക്കുമ്പോൾ അല്ലാഹു തആല ഒരു നടപടി എടുക്കും. ആ നടപടി മുൻകാലങ്ങളിൽ ഒന്നോടെ നശിപ്പിച്ചു കളയലായിരുന്നു. ഇവിടെ പ്രവാചകനെ ആ നാട്ടിൽ നിന്ന് മാറ്റലാണ്. ഹിജ്റ പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് അനുമതി കൊടുക്കുകയാണ്. അതിനു മുമ്പ് എടുക്കാനുള്ള നയനിലപാടുകളെ സംബന്ധിച്ച് നീ ഒന്നുകൊണ്ടും ബേജാറാവേണ്ട. അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഖസഖിൽ ലൈൽ, ഉച്ചതിരിഞ്ഞും രാത്രിയിലുമൊക്കെ നീ കൃത്യമായി നമസ്കരിക്കുക. എന്താണ് നീ ചെയ്യേണ്ടതെന്ന് പറയാം. എല്ലാവരും കൂടെ വാങ്ങി തീടുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ ആയുധം കൊണ്ട് അടിച്ചു കൊല്ലുക എന്നൊന്നും അല്ല പറഞ്ഞ്. അല്ല പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം, നീ കൃത്യമായി നിസ്കരിക്കുക. ഖുർആൻ അൽ ഫജ്ർ, പ്രഭാതത്തിൽ വെളുപ്പാങ്കാലത്ത് നീ ഖുർആൻ ഓതുകയും ചെയ്യുക. ഈ ഖുർആൻ ഓതൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. വെളുപ്പാങ്കാലത്തെ ഖുർആൻ ഓതൽ തഹജ്ജുദിന്റെ ഖുർആൻ ഓതലാണ് എന്ന്, അല്ല സുബഹിയുടെ ഖുർആൻ ഓതലാണെന്ന്, അല്ല സാധാരണ നിലയിലുള്ള ഖുർആൻ ഓതലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം വേറെ പറയുന്നതുകൊണ്ട് ഇത് പ്രഭാതത്തിലുള്ള ഖുർആൻ പാരായണം, കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഖുർആൻ പാരായണമാണ് എന്ന് നമുക്ക് ബോധ്യവും. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ദിവ്യ സന്ദേശം ഓതുമ്പോൾ അതൊരാത്മാവാണ്. നമ്മുടെ ആത്മാവുമായിട്ട് അത് സംവദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ നിശയുടെ നിശബ്ദതയും ശാന്തതയും ഒക്കെ കഴിഞ്ഞു വരുന്ന പ്രഭാതത്തിൽ അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാവും. അതിനൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, മലക്കൾ സാക്ഷ്യം വഹിക്കൊന്നും അല്ല, ഇതൊക്കെ പരലോകത്ത് സാക്ഷ്യം വഹിക്കൊന്നും അല്ല, നിന്റെ മനസ്സ് തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾക്ക് സാക്ഷിയാവുമെന്നൊക്കെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും ഖുർആനിൽ പറഞ്ഞ സംഗതികളുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഊർജം യഥാർത്ഥത്തിൽ അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നാണ് നമുക്കത് മനസ്സിലാക്കുക. മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക. ഒരു അധിക പുണ്യം എന്നുള്ള നിലയിൽ രാത്രി കുറച്ചു നേരം ഖുർആൻ ഓതിയിട്ട് നീ തഹജ്ജുദ് നിസ്കരിക്കുക. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരത്തിനാണ് തഹജ്ജുദ്. പ്രവാചകന്മാർക്ക് അത് നിർബന്ധമായിരുന്നു. അനുയായികളെ സംബന്ധിച്ചിടത്തോളം അത് നാഫിലത്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഈ രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണത്തോടുകൂടി കിടന്നാൽ തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ സാധിച്ചുള്ളൊന്നുമില്ല. ഒരു ലേശം ത്യാഗം സഹിക്കാൻ തയ്യാറുള്ളവന് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുള്ളൂ. അത് ചാടിക്കയറി 2 റക്അത്ത് നിസ്കരിച്ച് പോകാനല്ല. യഥാർത്ഥത്തിൽ മിനിമം ഒരു 3 റക്അത്തോ മാക്സിമം ഒരു 11 റക്അത്ത് വരെ നിസ്കരിക്കാം. ദീർഘമായ ഖുർആൻ ഓതിച്ച് അള്ളാഹുമായിട്ടുള്ളൊരു മുലാഖാത്ത്, അതിന് ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഊർജ്ജവും അതിന് കിട്ടും. ഏത് മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടെയുള്ള എല്ലാ വിഘ്നങ്ങളും പ്രയാസങ്ങളും തടയാനും ശത്രുതാ മനോഭാവക്കാരെ ഒതുക്കി നിർത്താനുമുള്ള ധൈര്യവും തൻ്റെ ഇടവും ആശ്വാസവും ഒക്കെ ഈ തഹജ്ജുദിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്നത്. പ്രവാചകന്മാർക്കെല്ലാം അങ്ങനെയാണ്. രാത്രിയിലെ ഈ നമസ്കാരം അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു പ്രത്യേകതരമായ മധുരതരമായ ആവേശകരമായ ഒരു ബന്ധത്തിൻ്റെതാണ് എന്നുള്ളതാണ്. അതായത് ശരിക്കും നിന്നെ മഹനീയമായ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് നിന്റെ രക്ഷിതാവ് എത്തിക്കാം. അപ്പൊ മഹനീയമായ സ്ഥാനം, ഉന്നതമായ സ്ഥാനം, അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൃഷ്ടിശ്രേഷ്ഠനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മഹനീയമായ സ്ഥാനത്ത് എത്തിച്ചേരാൻ ഉപദേശിച്ച ഇതേ മാർഗം അവലംബിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കൃത്യമായി നമസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, തഹജ്ജുദ് നമസ്കരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഉറച്ചു നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിസ്കാരവും തഹജ്ജുദ് ഖുർആൻ ഓതലും ഒക്കെ ആയിട്ട് നടന്ന മൗലവി നമ്മളെ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ നടക്കുക. അവിടെയാണ് പ്രശ്നം.
അതായത് നമുക്ക് ഈ പറയുന്നതിൽ വിശ്വാസം യഥാർത്ഥത്തിൽ തീരെ ഇല്ല എന്നുള്ളതാണ്. അറിവുണ്ടെന്നുള്ളത് കാര്യമില്ല, വിശ്വാസം കൂടെ ഉണ്ടാവണം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ, നിസ്കാരം നിർവഹിക്കുമ്പോൾ, തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ നമുക്ക് പുതിയ ഇൽഹാമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരും, പുതിയ വഴിയിലൂടെ നടക്കാനുള്ള കഴിവ് തരും, തൻ്റെ ഇടം തരും, ശക്തി തരും. അങ്ങനെ നമ്മുടെ വിഘ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജയിച്ച് മുന്നേറാൻ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു ഉപദേശിച്ചു കൊടുത്ത ഒരു നിലപാട് ഇതായിരുന്നു. കൃത്യമായ നമസ്കാരം നിർവഹിക്കുകയും അതുപോലെ തന്നെ അല്ലാഹുമായി ബന്ധപ്പെടാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുക. എന്നിട്ട് ഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, സത്യത്തിന്റെ പാതയിലൂടെ അകത്തേക്കും സത്യത്തിന്റെ പാതയിലൂടെ പുറത്തേക്കും പ്രവേശിപ്പിക്കണേ തമ്പുരാൻ. എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും, അതായത് നമ്മൾ എൻ്റർ ചെയ്യണത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് അത് സത്യത്തിന്റെ പാതയിലൂടെ ആയിരിക്കണം, സത്യത്തിന് വേണ്ടിയായിരിക്കണം, സത്യമാർഗത്തിലൂടെ ആയിരിക്കണം. എവിടെന്നെങ്കിലും നമ്മൾ വിരമിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നത് അത് സത്യത്തിന് വേണ്ടിയായിരിക്കണം, നീതിക്കും ന്യായത്തിനും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് പോവുകയും വരികയും ചെയ്യുക, പ്രവേശിക്കുകയും ഇറങ്ങുകയും ചെയ്യുക. അതല്ല ഇത്. യഥാർത്ഥത്തിൽ ഏതേത് മേഖലയിൽ പ്രവർത്തിക്കുന്നവന് രണ്ട് മാർഗമുണ്ട്. ഒന്ന് കുഴുസായ കുറുക്കിന്റെ മാർഗം, അതായത് ഏത് തലത്തിലും നമുക്ക് അത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് സത്യവും നീതിയും ന്യായവും ധർമ്മവും ഒക്കെ ഉള്ളതാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ പാരായണം ചെയ്യുമ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സത്യവും അസത്യവും ഒക്കെ വേർതിരിച്ച് വ്യതിരക്തമായി നിന്ന രണ്ട് സമൂഹങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. നമ്മളെ സമൂഹമാണെങ്കിലോ എല്ലാം കലങ്ങി കിടക്കണം, 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതേസമയം മറ്റേ പാതയിൽ പോകാനും പറ്റില്ല. ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ ചെയ്തെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. എന്താ ചെയ്യുക? ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്, സാമൂഹിക സാഹചര്യം അങ്ങനെയാണ്. ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത്. ഇവിടെ പ്രശ്നം അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കും നമ്മുടെ ഉദ്ദേശം എന്താണ്, നീയത്ത് എന്താണ്, ലക്ഷ്യം എന്താണ്. അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർക്ക് സാഹചര്യം ഉണ്ടാവുന്നത്. അതായത് നമ്മൾ കൈക്കൂലി കൊടുത്താലേ കാര്യങ്ങൾ നടക്കുമോ എന്ന് വിചാരിക്കേണ്ടതല്ല. ചില സ്ഥലത്ത് കൈക്കൂലി കൊടുക്കാതെയും കാര്യങ്ങൾ നടക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ അല്ലാഹ് നടത്തിക്കൊണ്ട് പോകുന്നുള്ള കഴിവിന്റെ പരമാവധി ആളുകളെ ചൂഷണം ചെയ്യാതെയും പറ്റിക്കാതെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും, അതായത് പൊതുജനങ്ങളെ കൊള്ളയടിക്കാതെ. പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്ന പറഞ്ഞാൽ അള്ളാഹുവിനെ കൊള്ളയടിക്കുന്നതിന് സമമാണ്. അതായത് അള്ളാഹുവിനെ കൊള്ളയടിക്കുന്നവൻ ആത്മവഞ്ചകനാണ്, അവൻ സ്വയം തന്നെ കൊള്ളയടിക്കുകയാണ്. അപ്പോൾ ആരെയുമല്ല പറ്റിക്കുന്നവൻ, ആരെയുമല്ല പറ്റിക്കുന്നത്. നമ്മൾ ഈ പറ്റിപ്പുകാരെയും ചതിയന്മാരെയും ഒക്കെ പത്രത്തിലേക്ക് കയറാറുണ്ടല്ലോ. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവൻ ചതിയനാണ്, പറ്റിപ്പാണ്, വഞ്ചനാണ്. അവനെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അവന്റെ അഭിമാനം നശിപ്പിക്കുന്നു, അവന്റെ ഭാവി നശിപ്പിക്കുന്നു, അവന്റെ കുടുംബം നശിപ്പിക്കുന്നു, അവന്റെ സ്വൈര ജീവിതം അവൻ സ്വയം നശിപ്പിക്കുന്നു. അതായത് സ്വന്തം നിലയ്ക്ക് നാശം വിലയ്ക്ക് വാങ്ങുന്നവരാണ് ഈ തിന്മയുടെ വക്താക്കൾ എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരല്ല ഉപദ്രവിക്കുന്നത്, അവനവനെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. നീ വേറൊരാളിനെ ചീത്ത പറയുമ്പോൾ അവനല്ല ചീത്ത പറയുന്നത്, നീ നിന്നെ തന്നെയാണ് ചീത്ത പറയുന്നത്. നീ സ്വയം താഴുകയാണ് എന്നുള്ളതാണ്, സ്വയം താഴുകയാണ്, സ്വയം നശിക്കുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുമ്പോൾ അവനൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകും. ഞാൻ എന്നെ പോലെ തന്നെയാണ് അടുത്തവനെ കാണേണ്ടത്. അപ്പോൾ എന്റെ പിതാവിനെ പറഞ്ഞാൽ എനിക്കുണ്ടാകുന്ന വേദന അയാൾക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആഴത്തിൽ വിവരം വേണം, അതുപോലെ വിശ്വാസവും വേണം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ, ഈ ചതിക്കണോനും വഞ്ചിക്കണോനും, ഇപ്പൊ 100 രൂപ ഒരു കടയിൽ കൊടുത്തൊരു സാധനം വാങ്ങി, അയാൾ 500 രൂപയുടെ നോട്ടാണെന്ന് വിചാരിച്ചു ബാക്കി തന്നു. ഇങ്ങനെ കയ്യിൽ നോക്കുക, ഒരു നിമിഷം ബാക്കി 400 രൂപ പോക്കറ്റ് വെച്ചുകൊണ്ട് പോകാം. പക്ഷേ അതുകൊണ്ട് അവനൊന്നും നേടുന്നില്ല എന്നാണ്. ഇതവനൊരു പരീക്ഷണമാണ്. കുറച്ച് കഴിയുമ്പോൾ അവൻ അവിടെ എവിടെയും തള്ളിയിടും, അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ തള്ളിയിടും, അല്ലെങ്കിൽ അവന്റെ മക്കളെ തള്ളിയിടും, എവിടെന്നെങ്കിലും അല്ലാതെ അടിച്ചോണ്ട് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആരും ഈ ഭൂമുഖത്ത് ഇതുവരെ വിജയിച്ചിട്ടില്ല. താൽക്കാലികമായ ചില്ലറ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ശാശ്വതമായി അതുകൊണ്ട് ഒരു മെച്ചവും ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. വലിയ ഭയങ്കര കൊമ്പന്മാരായി കൊലകൊമ്പന്മാരായിട്ട് അങ്ങനെ സമൂഹത്തിൽ ജീവിക്കും. അവസാന കാലത്ത് ജീവിതത്തിൽ ഏറ്റവും നല്ല പേരോടുകൂടി ഭൂമുഖത്തുനിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് അവസാനം ജയിലിൽ കിടന്ന് അഴുത്ത് പൊഴുത്ത് നശിച്ച് നേറി ചാവേണ്ടി വരുന്ന ഒരുപാട് നേതാക്കന്മാരുടെ കഥകൾ ലോക ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഫിറൗൻ എങ്ങനെയായിരുന്നു, ഹാമാൻ എങ്ങനെയായിരുന്നു, അതുപോലെ മൂസാ നബി എതിർത്തിരുന്നുള്ള കാറൂൻ എങ്ങനെയായിരുന്നു. ഇങ്ങനെ ലോകത്തെ എല്ലാ കാലത്തും ഫിറൗന്മാരും ഹാമാന്മാരും കാറൂന്മാരും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. വലിയ ഫ്ലഷ് ചെയ്തിട്ട് കുറെ കാലം നിൽക്കും, അവസാനം പിടിക്കപ്പെടും, പിന്നെ ജയിലിൽ കിടക്കും, പിന്നെ അവസാനം നാറി
നശിച്ച് പുഴുത്ത് സകലതുമായി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അധർമ്മത്തിന്റെ വീതിയിലൂടെ സഞ്ചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് അവന് ആസ്വാദനമോ നന്മയോ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല എന്ന ഒരു പ്രകൃതിപരമായ യാഥാർത്ഥ്യം. ഇത് അല്ലാഹ് നിശ്ചയിച്ചൊരു സുന്നത്താണ്, വ്യവസ്ഥയാണ് എന്ന് നീ അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നീ അള്ളാഹുവിനോട് നിരന്തരമായി ബന്ധപ്പെട്ടിട്ട് പറയാ. അതായത് ഈ സത്യം വന്നിരിക്കുന്നു, നീ പറയാ ഖുൽ റബ്ബി സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചിട്ട് അവരോട് പറയേണ്ടത് അപ്പോഴും മക്കാർ ചിരിച്ചു എന്നുള്ളതാണ്. അതായത് അവിടെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് നബി പ്രഖ്യാപിക്കുകയാണ്, സത്യം പുലർന്നു കഴിഞ്ഞിരിക്കുന്നു, അസത്യം മാഞ്ഞുപോയി, അസത്യം മാഞ്ഞു പോകാനുള്ളതാണ്. അപ്പോ ഷൈബത്ത് അബൂജഹൽ മുതലായ ആളുകളൊക്കെ ചിരിച്ചു, എന്ത് സത്യമാണ് വന്നേക്കണത്, ഇവനെന്തായി പറയുന്നത്, ഇവനും കുറച്ച് ആളുകളും കൂടി ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയാൽ ഇവിടെ സത്യം വരുമോ, അസത്യം മാഞ്ഞുവോ? പക്ഷെ നമുക്ക് ഇന്ന് നോക്കുമ്പോ ബദറിൽ സംഭവിച്ചത്, ഉഹദിൽ സംഭവിച്ചത്, ഹുനൈനിൽ സംഭവിച്ചതൊക്കെ നേരത്തെ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദ് നബി. ഇത് പറയുമ്പോൾ പ്രവാചകന്റെ മനസ്സിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഉറപ്പ് അല്ലാഹു തആല കൊടുക്കുകയാണ്. പ്രവാചകൻ ആ ഭൗതികമായ വിജയം കണ്ടിട്ടില്ല, വിശ്വാസത്തിന്റെ മാത്രം പിൻബലത്തിൽ അദ്ദേഹത്തോട് പ്രഖ്യാപിക്കാൻ പറയാണ്, അതാ സത്യം, ഞാൻ ഈ പറയുന്ന സത്യം ഇവിടെ ഈ ഭൂമിയിൽ നടപ്പാവാൻ പോകുന്നു, നിങ്ങൾ ഈ പറയുന്ന അസത്യം മാഞ്ഞു പോയിരിക്കുന്നു, ലോകത്തെന്നും എവിടെയും അസത്യം മാഞ്ഞു പോവുക തന്നെയും. അത് എത്ര വർണ്ണശബളമാണെങ്കിലും, എത്ര ശക്തിമത്താണെങ്കിലും, എത്ര അധികാര പിന്തുണയുണ്ടെങ്കിലും, എത്രമാത്രം ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും, ഒരുപാട് മനുഷ്യരെ കൊന്നു കഴിഞ്ഞാലും അസത്യം നിലനിൽക്കുകയില്ല, അസത്യം അത് മാഞ്ഞു പോകുന്നതാണ് എന്ന ഒരു പ്രഖ്യാപനം പ്രകൃതിയിൽ അല്ലാഹ് തീരുമാനിച്ച ആ പ്രഖ്യാപനം നടത്തിക്കൊള്ളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, വസഹഖൽ ബാത്ത് ഇന്നൽ ബാത്തില കാന സഹുഖ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വമാ യസീദുൽ ആലിമീന ഇല്ലാ ഖസാറ. ഈ ഖുർആനിലൂടെ നാം ദിവ്യബോധനം നൽകുന്ന സംഗതികളുണ്ടല്ലോ, ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു അനുഗ്രഹവും അവരുടെ മനസ്സിലെ പ്രയാസങ്ങൾക്ക് ഒരു ഔഷധവുമാണ്. പക്ഷേ വിശ്വസിക്കാത്ത ആളുകൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശ്വസിച്ചാൽ ഇത് മനസ്സിന് ആശ്വാസമാണ്, വിശ്വസിച്ചാൽ ഇത് ജീവിതത്തിന് പ്രകാശമാണ്, ഇത് ആത്മാവിന് ധൈര്യമാണ്, കുടുംബത്തിന് ഓജസ്സാണ്, ജീവിതത്തിന് ശക്തിയാണ്. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. ഖുർആൻ ഒരു ആത്മാവാണ്, നമ്മൾ ആത്മാവും ഖുർആന്റെ ആത്മാവും ചേർന്ന് മഹാനായ അള്ളാഹുവിലേക്കുള്ള ഒരു പ്രയാണമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഒരു റഹ്മത്ത്, ഒരു കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം ഖുർആൻ എന്ന വിധത്തിൽ ഖുർആൻ റഹ്മത്താണ്. കരുണയുടെ പ്രവാചകനായ മുഹമ്മദിലൂടെ ഒഴുകി വന്നത് നമ്മൾ അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ കാരുണ്യം ഉണ്ടാവും. അത്തരം കാരുണ്യം ലഭിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാ ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോടും എന്നോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതം എന്ന് പറയുന്നത് ഈ പൂമത്തയും പുഷ്പഹാരങ്ങളൊന്നല്ല, വ്യസനവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതാണ്. അനുഭൂതി ഉണ്ടാകുമ്പോൾ, സന്തോഷം ഉണ്ടാകുമ്പോൾ ആർക്കും പരാതി ഉണ്ടാവില്ല. നഷ്ടം ഉണ്ടാകുമ്പോൾ, വ്യസനം ഉണ്ടാകുമ്പോൾ, ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ, ഉള്ളത് നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെയാണ് ഉണ്ടാവുക. പ്രയാസം നമ്മൾ അനുഭവിക്കുക എന്നത് അല്ലാഹു തആലയുടെ വ്യവസ്ഥയുടെ ഭാഗമാണ്. പ്രയാസത്തോട് പുറംതിരിഞ്ഞ് നിൽക്കേണ്ടതില്ല, അതിനെ സധൈര്യം നേരിടാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഓടി ഒളിക്കാനല്ല, സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ, പ്രയാസം അതിജയിച്ച് ജീവിത സമരം വിജയിക്കാനുള്ള ഒരു നല്ല കരുത്ത് ഉണ്ടാക്കാനാണ് ഖുർആൻ ഉടനീളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരുടെ ഈ കഥകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്, എന്നും എല്ലാ കാലത്തും എവിടെയുള്ള ആളുകൾക്കും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ,
സത്യവിശ്വാസത്തിന്റെ പേരിൽ പറയുന്ന ആളുകളെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ എന്ത് ചെയ്താലും പ്രശ്നം ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ അവരെ ഏത് തരത്തിൽ കുടുക്കാനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാഠ്മണ്ഡുവിൽ നിന്ന് വന്ന് അയാൾ ഇങ്ങനെ പറഞ്ഞു. പത്രക്കാരും അതുപോലെ ടിവിയും ചാനലും രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കളി അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പലതും ഇപ്പം ഇന്ന് പത്രത്തിലൊന്ന് ഏതോ ഒരു സ്ഫോടനത്തിൻ്റെ പേരിൽ പിടിച്ച് തൂക്കിക്കൊല്ലാൻ വിളിച്ചു. ഇപ്പോൾ വേർത്തം പിടിച്ച് പറഞ്ഞു നിരപരാധിയാണെന്ന്. അപ്പോൾ ഈ മനുഷ്യന് ഇത്രയും കാലം ജയിലിൽ കിടന്നതിൻ്റെ ഉത്തരവാദിത്വം ആരാ വഹിക്കുക? അവൻ നിരപരാധിയാണ്. കേസ് പുനരന്വേഷണം നടത്തണം എന്ന് പോലീസ് പറയും. പറയുന്നവരെ കൂടെ എളുപ്പമാണ്. പക്ഷെ ഓരോരുത്തരുടെ ജീവിതം എന്ന് പറഞ്ഞാലോ ആ ജീവിതം യഥാർത്ഥത്തിൽ നശിപ്പിച്ച് കളയണം. അപ്പോൾ ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുക, ദുഃഖം അനുഭവിക്കുക, കുഴപ്പമുണ്ടാകുന്ന ആളുകളല്ല, സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളാണ് എപ്പോഴും ഉണ്ടാവുക. ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ച് നമുക്കറിയാം. മൂസയും ഹാറൂനും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഹൂദ് നബിയും സാലിഹ് നബിയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ പേടിപ്പെടുത്താൻ വേണ്ടി അല്ലാഹ് പറഞ്ഞു തരണല്ലോ. ഇതൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയന്ന് വിറച്ചോടേണ്ടതില്ല. ഈ പ്രപഞ്ചം നാമാണ് ഭരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കൺട്രോളും നമ്മുടെ കൈവശമാണുള്ളത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ വളരെ ശാന്തമായത് ആ പ്രവാചകനെ പറഞ്ഞു കൊടുത്തു. നിസ്കാരം നിർവഹിക്കുക, അള്ളാഹുവിനോട് നിരന്തരമായി ബന്ധപ്പെടുക, പ്രാർത്ഥിക്കുക. എന്നിട്ട് ആ അക്രമികളുടെ നാട്ടിൽ നിന്ന് നീ പൊയ്ക്കൊള്ളുക എന്ന് പറയാം. ഇന്ന് പോകുമ്പോ പറയാ, എന്നെ സത്യത്തിന്റെ പാതയിലൂടെ തന്നെ പുറത്തും അകത്തും കടത്തണം. എന്നിട്ട് വജഅൽനി മിൻ ലദുങ്ക സുൽത്താന നസീറ, ഒരു അധികാര ശക്തി നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സഹായമായി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. മദീനയിലെ ഒരു ശക്തി കേന്ദ്രം, ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന്റെ മുന്നോടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത ഒരു ദുആണ് പ്രവാചകൻ. നമ്മളെപ്പോഴും ദ്വാരുന്നുകൊണ്ടിരിക്കണം. അതേ വജഅൽനി മിൻ ലദുങ്ക സുൽത്താനൻ നസീറ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സത്യവിശ്വാസികൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറയും. അതായത് റബ്ബി ഹബ്ലി മിൻ ലദുങ്ക സുൽത്താനൻ നസീറ എന്ന് സുലൈമാൻ നബി പറഞ്ഞ ഒരു പ്രാർത്ഥന. അതായത് മറ്റാർക്കും കൊടുക്കാത്തൊരു സഹായം, ആ രാഷ്ട്രീയമായ അധികാരം എന്നാണ് സുലൈമാൻ നബി അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളതാണ്. എനിക്ക് ശേഷം ആർക്കും കൊടുക്കാത്ത ലോക ചരിത്രത്തിൽ പക്ഷേ അത്ര ഒരു അധികാരം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ അതായത് ലോക കമ്പോളം മുഴുവനും കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ കാറ്റുകളെ സുലൈമാൻ നബിക്ക് താല്പര്യത്തിനനുസരിച്ച് വീശാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമ്മൾ ഒരു തരം കഥ കേൾക്കും പോലെ കാണാം. ആ കാറ്റിന്റെ ഒരൊറ്റ കൺട്രോൾ കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തിലെ കംപ്ലീറ്റ് സാമ്പത്തിക നില അന്ന് സുലൈമാൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കൈത്തണ്ടയിലായിരുന്നു എന്നുള്ളതാണ്. കാരണം ചരക്ക് കപ്പലിൽ സംഗതി നീക്കുമ്പോൾ, ചരക്കുകൾ നീക്കുമ്പോൾ സുലൈമാൻ നബി എങ്ങോട്ടാണ് പറയുന്നത്, അങ്ങോട്ടാണ് കപ്പൽ ചരക്കുമായി പോകുന്നത്. അപ്പൊ കമ്പോളത്തിൽ ആദ്യം തന്നെ ചരക്കെത്തിക്കുകയും ഏറ്റവും നല്ല മാന്യമായ വിലയ്ക്ക് കമ്പോളം കംപ്ലീറ്റ് സുലൈമാൻ നബിയുടെ, അത് യമനിലെയും അതുപോലെ സിറിയയിലെയും, അതായത് പലസ്തീൻ കേന്ദ്രമായിക്കൊണ്ട് ഈ ഭാഗത്ത് സിറിയയിലെയും അപ്പുറത്ത് യമനിലെയും, ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗം വരെ, അതുപോലെ ചൈനയുടെ ഭാഗം വരെയുള്ള ടോട്ടൽ, അതായത് മൊറോക്കോന്റെ അറ്റം, അതിൻ്റെ പറഞ്ഞ് യൂറോപ്പിന്റെ അടുത്ത് വരെയുള്ള എല്ലാ ലോക മാർക്കറ്റുകളും സുലൈമാൻ നബിയുടെ കൺട്രോളിലായിരുന്നു എന്ന് പറഞ്ഞത്. അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, IMF എന്നൊക്കെ നമ്മൾ പറയില്ലത്, അതുപോലെ ലോകത്തിലുള്ള എല്ലാ തരം സാമ്പത്തിക സ്രോതസ്സുകളെയും കൺട്രോള് സുലൈമാൻ നബിയുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ്. അത് ആ കാറ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സുലൈമാൻ നബി അത് ചെയ്തത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു സാധാരണ കഥ കേൾക്കുമ്പോൾ സുലൈമാൻ നബിയെ കാറ്റടിച്ചുകൊണ്ടുപോയി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കേൾക്കുന്നത്. അതല്ല, ലോകത്തിന്റെ ഭാവി തീരുമാനിച്ചത് 39 വർഷം ഈ ഭൂമുഖത്ത് അള്ളാഹുവിന്റെ ദീൻ നടപ്പാക്കിക്കൊണ്ട് ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിച്ചിട്ട് ലോകത്തിനെ കൺട്രോൾ ചെയ്ത ഒരു മഹാചക്രവർത്തി, അദ്ദേഹത്തോട് അള്ളാഹ് പറഞ്ഞത്, നീ ശക്തമായ ഒരു അധികാരത്തിന് വേണ്ടി എന്നോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന്. അതേ സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ റബ്ബി ജഅൽനി മിൻ ലദുങ്ക വലിയ്യൻ മിൻ ലദുങ്ക നസീറ എന്ന് പറഞ്ഞു. അതായത് മിൻ ലദുങ്ക നസീറ, സുൽത്താനൻ നസീറ, സുൽത്താൻ എന്ന് പറയും അധികാരമുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തെ സംബന്ധിച്ച് അധികാരത്തിലൊരു പങ്കില്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പോൾ പങ്കുവെക്കുമ്പോൾ ചില കോംപ്രമൈസ് ഒക്കെ ചില സന്ദർഭത്തിൽ ആവശ്യമുണ്ട്. പക്ഷേ ആദർശത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന കോംപ്രമൈസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആദർശവുമായിട്ട് ഏറ്റുമുട്ടാത്ത കാര്യത്തിൽ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് അധികാരവുമായി നിൽക്കാൻ വേണ്ടിയുള്ള ചില സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവന് നിഅമത്ത് നൽകിയാൽ അവൻ പലപ്പോഴും അക്രമിയായി പോവും. അവനെ അല്ലാഹു തആല പരീക്ഷിച്ചാൽ അവൻ പലപ്പോഴും നിരാശനായി പോകുമെന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയും കൂടി അതിൻ്റെ അടുത്ത് പറയുന്നു. വിശദമായി പറയാൻ നിവൃത്തിയില്ല. കാരണം ദാതാവിനെ അറിയാത്തവന് നിഅമത്ത് കിട്ടിയാൽ അവൻ വിചാരിക്കുക എൻ്റെ സ്വന്തം എടുക്കൊണ്ടാണ് കിട്ടിയത്. സ്വന്തം എടുക്കൊണ്ട് കിട്ടിയെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ അഹന്തയും അഹങ്കാരിയുള്ളവനാവും, അഹന്തയുള്ളവനാവും, അഹങ്കാരിയായും. അത് അവനെ നശിപ്പിക്കും. അതേസമയം നൽകിയത് അള്ളാഹുവാണ് എന്ന ബോധമുള്ളവന് വിനയാന്വിതനായിരിക്കും. അവൻ ആപത്ത് വരുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്കിത് വെച്ചത്, ഇതിലെന്തോ ഒരു കാര്യമുണ്ട് എന്ന് അവന് തോന്നുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യവിശ്വാസിയുടെ കാര്യം മഹാത്ഭുതമാണ്. അവനെന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പോൾ അള്ളാഹു അവന് അനുഗ്രഹം കൂട്ടിക്കൊടുക്കും. അവനെന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അവൻ ക്ഷമ പാലിക്കും. അത് അവന് അനുഗ്രഹമാകും എന്നുള്ളതാണ്. അപ്പോൾ പ്രയാസം വരുമ്പോൾ ക്ഷമ പാലിക്കുകയും നന്മ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തി ഇതര സഹജീവികളോട് കാരുണ്യത്തോടെ വർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ സ്വയം നന്മ, കുടുംബത്തിന് നന്മ, നാട്ടിൽ നന്മ, നന്മയല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ പ്രായോഗിക രംഗത്ത് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഖൈറ ഉമ്മത്ത്, ഉത്തമ സമുദായമാണ് നമ്മൾ എന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം. അനാവശ്യങ്ങളും അനിസ്ലാമികതകളും അശ്ലീലങ്ങളിലും നമ്മൾ മാറ്റി നിർത്തി അള്ളാഹുമായിട്ടുള്ള നിരന്തരമായ ബന്ധം, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ, ഖുർആൻ കാര്യമായി പഠിക്കുന്നതിലൂടെ, തഹജ്ജുദ് നമസ്കരിക്കുന്നതിലൂടെ മഖാമം മഹ്മൂദ്, ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാമെന്ന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് വാഗ്ദാനം നൽകുന്നു. എത്ര ആഴത്തിൽ അത് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള പ്രതിഫലനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവും. നമുക്ക് അധ്വാനിച്ച് അതിന്റെ മാക്സിമം നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ രാജതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളഅന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നീ തഖ്വയും ഹിദായത്തും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. അപമാനത്തിലെ തമ്പുരാനെ, സമുദായത്തിന്റെ അന്തസ് നീ രക്ഷിച്ചു നിർത്തണേ തമ്പുരാനെ. സമുദായത്തിന്റെ അന്തസ് നിലനിർത്താനുള്ള ശക്തിയും കഴിവും ഊർജവും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീ മാറ്റിക്കളയണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലേക്ക് എത്തിച്ചേർന്ന ആളുകളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങൾ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ശാന്തമായി ഇവിടെ ജീവിച്ച് ശാന്തമായി മരിച്ചു നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. കുളിർമയുള്ള ഒരു മരണം നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. സത്യവിശ്വാസിയുടെ ആസ്വാദ്യമായ ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടം നീ പ്രവിശാലമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ ഖബറിടങ്ങളൊക്കെ വിശാലവും പ്രവിശാലവുമാക്കണേ തമ്പുരാനെ. പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. മഹ്ശറയിൽ നീ ഞങ്ങളെ സഹായിക്കണേ നാഥ. സ്വർഗത്തിൽ നിന്റെ ലിഖാഹ് നൽകി, ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായുള്ളതാക്കണേ തമ്പുരാനെ. അതെല്ലാം നീ സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. ഖൽബ് എപ്പോഴും നിന്നോട് ബന്ധപ്പെടുത്തി നടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നീ ഞങ്ങളുടെ പ്രാർത്ഥന തട്ടിക്കളയല്ല നാഥ, ഇത് സ്വീകരിച്ചു ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين.